ഹായ് എവരിവൺ. നമ്മുടെ JPY ഒരു എൻട്രിക്ക് ട്രൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, ഇനി ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. ബ്രേക്ക് ഡൗൺ കിട്ടിയതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ പോയിന്റ് ആണത്. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, നല്ല വോളിയുള്ള ഒരു ക്യാൻഡിലാണത്. ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വളരെ നല്ല രീതിയിലുള്ള ഒരു വോളിയുള്ള ഒരു ക്യാൻഡിലാണ് ഈ കാണുന്നത്. അത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഐ മീൻ ഈ ഒരു ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡില്, അതിന് മറ്റൊരു സ്പെസിഫിക്കേഷൻ കൂടിയുണ്ട്. ഇതിൽ വോളിയം നോക്കൂ, ഹൈ വോളിയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഞാനത് വോളിയം ഉണ്ട് എന്ന് പറഞ്ഞത്. ഓ, ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് മൂവ്മെന്റ് ആണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നെക്സ്റ്റ് 187.78 വരെ, ഓൾമോസ്റ്റ് ഒരു 37 പിപ്പ് വരെ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. JPY ആണ് നമ്മൾ എടുത്തിട്ടുള്ള പെയർ. ഓക്കെ ഓക്കെ, എനിവേ നമുക്ക് നോക്കാം കേട്ടോ. 0.50 ലോട്ടാണ് ഞാൻ പിന്നെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെമോ അക്കൗണ്ടാണ്, റിയൽ അക്കൗണ്ട് ഒന്നല്ല. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു സെൽ എൻട്രി എടുക്കും. ഓക്കെ, സെൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു കറന്റ് ക്യാൻഡിലിന്റെ ഹൈയിലാണ് കേട്ടോ. ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 30 പിപ്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു കിക്കായിട്ടുള്ള മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. ഓൾറെഡി ഒരു ഹാഫ് ആൻ അവർ ടൈം ഉണ്ട് പിന്നെ പ്രീ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി വോളിയം ഉണ്ട്, ലണ്ടൻ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിനപ്പുറം ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾമോസ്റ്റ് ഒരു എൻട്രി ക്യാൻഡിലോട്ട് മാർക്കറ്റ് ഇനിയും പിന്നെ ഒരു പുൾ ബാക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50%, ഓൾറെഡി ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് 50.50 മൈക്രോലോട്ടാണ് എടുത്തിട്ടുള്ളത്, 5 ലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു 50% ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് ലോസ് വരുന്നതെന്ന് പറഞ്ഞാൽ $50 നമുക്കിവിടെ ലോസ് വരുന്നത് ഈ ഒരു ട്രേഡിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനി മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് 50% നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൽ വരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ 50 ഉള്ളത് അതിൻ്റെ 50% കുറഞ്ഞു കിട്ടും. എനിക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനുപരിയായിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ലോസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഏരിയ വരെ പിന്നെ മാർക്കറ്റ് എത്തും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 10 പിപ്സ് മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൗൺ സൈഡിലോട്ട്. നമ്മൾ ഓൾറെഡി പ്രോഫിറ്റിലാണ് ഉള്ളത്. എനിവേ 30 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, 30 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ലുക്ക് ഹിയർ, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഹയർ ലോ, അല്ലേ? ഹയർ ലോ. ദെൻ നെക്സ്റ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. കാണുന്നുണ്ടോ? നെക്സ്റ്റ് ക്യാൻഡില് ഇതൊരു ടോപ്പ് വീക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹയർ വീക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ക്യാൻഡില് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ലുക്ക്, ഹയർ ഹൈ, ഹയർ ലോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റിൽ ഐ തിങ്ക് ഒരു ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിൽ ലുക്കിംഗ് ഫോർ മാനേജ് റിസ്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 15 മിനിറ്റ്സ്, പ്രീവിയസ് 15 മിനിറ്റ്സിൻ്റെ ഹൈ കറണ്ട് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ക്ലോസ് 50%. ഓക്കെ, അതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ് ട്രെൻഡിലോട്ടുള്ള ഒരു മൂവ്മെന്റ് വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അതേസമയം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള
ഓക്കെ, അത് പിന്നെ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെ റിസ്ക്, നമ്മുടെ ക്ലോസ് ചെയ്തിട്ടുള്ള റിസ്ക് എങ്ങനെ ഉം, നമുക്ക് വീണ്ടും റീ ആഡ് ചെയ്യാന്നുള്ളത്, അത് വേറൊരു ടോപ്പിക്കാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, എനിവേ 50 മിനിറ്റ്സ് ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോറി, 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഐ തിങ്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ 50% ക്ലോസ് ചെയ്യും. ഓൾമോസ്റ്റ് 2 പിപ്പറ്റേ ലോസ് വരുള്ളൂ, ചെറിയൊരു ലോസ്, ഇത്രയേ ഉള്ളൂ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലോസേ വരുള്ളൂ. അപ്പം ഞാൻ അവിടുന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിന്നെ ഇനി ലോസ് വരികയാണെങ്കിലും എനിക്ക് ലോസ് വരുന്നത് ഓൾമോസ്റ്റ് എനിക്ക് നേരത്തെ നഷ്ടപ്പെടാനിരുന്ന റിസ്ക്, ആ റിസ്കിന്റെ 50% ആയിട്ട് അത് കുറയാണ്. റിസ്ക് മാനേജ്മെന്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 30 മിനിറ്റ്സ് സ്റ്റിൽ ബിയറിഷ് ആണ് കേട്ടോ. 30 മിനിറ്റ്സ്, സോറി, ഞാൻ പറഞ്ഞു കൊടുത്ത ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നെന്ന് തോന്നുന്നു. 50 മിനിറ്റ്സിലല്ല, സോറി, 30 മിനിറ്റ്സിലല്ല, പിന്നെ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത് 30 മിനിറ്റ്സിലാണ് കേട്ടോ. ഓക്കെ, പ്രീ ന്യൂയോർക്കിലോട്ട് അടുക്കുകയാണ് നമ്മൾ. ഓൾമോസ്റ്റ് ഇന്ത്യൻ സമയം 4:15 PM, 4:00, 4:30 പ്രീ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. കറണ്ട് സോറി, ഈ കറണ്ട് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് ഒരു 50% ക്ലോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രീ ന്യൂയോർക്ക് ഓപ്പൺ ആവാനായിട്ടുണ്ട്.
50 മിനിറ്റ്സ്, സോറി 30 മിനിറ്റ്സ് ഒരു വീക്ക് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 50% ക്ലോസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പിന്നെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 1 അവറിലോട്ട് നോക്കിയാൽ മതി. 1 അവർ ഇപ്പോഴും വളരെ നല്ല വോളിയുള്ള ഒരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ലുക്ക്, ഹൈ വോളിയുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലോട്ടൊരു മൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള 1 അവറിലുള്ള ബെറിഷ് ക്യാൻഡിലാണ് കേട്ടോ. നല്ലൊരു ഹൈ വോളിയം കാണുന്നുണ്ട്. 30 മിനിറ്റ്സിലോട്ട് വരികയാണെങ്കിൽ 30 മിനിറ്റ്സിൽ ലാസ്റ്റ് ഒരു വീക്ക് ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്ക് കാണാൻ പറ്റിയ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡില് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡിൻ്റെ 50% ഇവിടുന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, അതാണ് ഞാനും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റിൽ നമ്മൾ ഈ ട്രേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ റെസ്പെക്ട് ചെയ്യുകയാണെന്നാണ്. റെസ്പെക്ട് മീൻസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ വരുന്നത് ഈ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനാണ്. ഓക്കെ, വാവ്, കറണ്ട് ക്യാൻഡിൽ ഓൾറെഡി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി കൂടി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനത് ട്രൈ ചെയ്യുന്നില്ല. കറണ്ട് ക്യാൻഡിലിന്റെ ഹൈ നമുക്ക് ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താൽ മാത്രം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എനിവേ എനിവേ 12 പിപ്സ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഓൾറെഡി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്ന $51 ആയിരുന്നു. ഞാൻ അതായത് 14 പിപ്സ് ആയിരുന്നു ഞാൻ പിന്നെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാനത് ഇനി മാനേജ് ചെയ്യാൻ പോവാം. ഓൾറെഡി ഈ 1 അവർ ക്യാൻഡിലെ കറണ്ട് 1 അവർ ക്യാൻഡിലെ ഹൈയിൽ ഞാനത് പ്ലേസ് ചെയ്യാണ്. ഇനി എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഓൾമോസ്റ്റ് 14, എനിക്ക് ജസ്റ്റ് $15 ആണ്. ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ ഈ ഒരു ട്രേഡിൽ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന റിസ്ക് അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70 ഒരു 80% ഞാൻ കുറച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിലായിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോസ് കുറവായിരിക്കും, അതുപോലെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, I think you can understand what I'm saying. Okay.
നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലാണെന്നാണ്. ലുക്ക് ഹിയർ, നിങ്ങളെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ജസ്റ്റ് 10 പിപ്സിൽ താഴെ മാത്രമാണ്. ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 22 പിപ്സ് ആണ്. ഓക്കെ, 1 to 1 1 to 2 റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കായിരുന്നു. ഓക്കെ, പക്ഷെ ഞാനത് രണ്ടാമത് റീ എൻട്രി എടുത്തിട്ടില്ല. ഓൾറെഡി ഞാനൊരു ട്രേഡിൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എൻട്രിക്ക് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രീ ന്യൂയോർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വോളിയം മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിവേ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 19 പിപ്സ് ആണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളത്. മൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കീപ്പ് ചെയ്യാൻ നമ്മൾ നോക്കുന്നില്ല കേട്ടോ. ഓക്കെ, എനിവേ ഐ തിങ്ക് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.